ഗൈസ് ഇന്ന് ഞാൻ പൂ പൊരിക്കാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ പൂ പറിക്കാനല്ല, പൂ ഇടാനാണ് പോകുന്നത്. അപ്പോൾ ഞാനാണ് പൂ പറിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പൂ പറിച്ചു കൊടുക്കാൻ ഞാൻ മസാല അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇവൻ എന്ത് പണിക്ക് നടക്കുമ്പോഴൊക്കെ എനിക്കാണ് പണി. കാരണം ഞാനാണ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഇന്ന് ആ റോട്ടിൽ പോയിപ്പോൾ ഒരു ഓറഞ്ച് പൂ ആ റോട്ടിൽ പോയി ആരപ്പം എൻ്റെ ഒപ്പം ഞാനും പോകണം എന്നുള്ളൊരു അവസ്ഥ. കവർ എടുത്തിട്ടോ, ആ കവർ എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മൾ മസാല പഠിച്ചു പറിച്ചു. ഇനി ഞങ്ങൾ ചുവപ്പ് പൂ പറിക്കാനുള്ള എന്തിലാണ് വെള്ളപ്പൂവിന് എന്താ പറയാന്ന് അറിയില്ല കൈ. നമുക്ക് വിഷാദല്ലേ ചുവപ്പ് പൂ പറിക്കാൻ വേണ്ടി പോകണം. ഈ പൂവാണ് നമ്മൾ പറിക്കാൻ വേണ്ടി. ഇത് പൂവാണ് കായാണ് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളിത് പൂവായിട്ട് പിന്നെ ഉപയോഗിക്കും. ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഓ എന്ത് സാധനം, ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ആ കാട്ടിലൊക്കെ പോയിട്ട് പറിച്ചാണ്. എന്നിട്ട് അവനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഭയങ്കര സങ്കടമായി. അവന് ഇഷ്ടപ്പെട്ടില്ല. എത്ര ഇഷ്ടപ്പെട്ട ഉണക്കി പൂവ് എന്നിട്ട് അവൻ ഇട്ടില്ല അല്ലേ. അതുകൊണ്ട് നാളെ ഞാൻ ഷാമ്പൂ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് അവൻ ഷാമ്പു ഉണ്ടാക്കും. പക്ഷെ കൂടാത്തതിന് ഭയങ്കര സങ്കടം തരും. അപ്പോൾ പിന്നെ ഞാൻ ഇവന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ചെമ്പരത്തി ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ തൊടിക്ക് ചാനിട്ടാണ് നിൽക്കുന്നത്. ഇത് ബാക്കിലായിട്ട് ഈ ചെമ്പരത്തി ഉള്ളത്. ഇത് നമ്മൾ വെറുതെ വെച്ചതാണ്. അപ്പോൾ ഈ ചെമ്പരത്തി മാത്രമാണ് നമ്മുടെ തൊടിക്കായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബാക്ക് തൊടിക്ക് പോയില്ലേ. അപ്പോൾ ഞാൻ അവന് സർപ്രൈസ് ആയിട്ട് ബാക്കിയുള്ളൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് അവൻ ചെമ്പരത്തി കൊടുത്തു. ഇനി അവൻ ചെമ്പരത്തി പൂ ഇടുക. ചെമ്പരത്തി പൂ കൊണ്ടൊക്കെ എന്തൊക്കെ ഡിസൈൻ. ഇപ്പം പിന്നെ ഭയങ്കര കലാവിരുദ്ധമുള്ള കുട്ടിയായതുകൊണ്ട് ഭയങ്കര ഡിസൈനാണ്. ഫസ്റ്റ് ചുവപ്പ് പൂവിൻ്റെ ഒരു ചെറിയ പൊത്ത്, പിന്നെ എന്നിട്ട് മഞ്ഞപ്പൂവിൻ്റെ ഒരു വല, എന്നിട്ട് പിന്നെ ഒരു വെള്ളപ്പൂവിൻ്റെ വല, പിന്നെയും മഞ്ഞപ്പൂവിൻ്റെ വല, പിന്നെ വലിയ മഞ്ഞപ്പൂക്കൾ, പിന്നെ മൊസാണ്ട പൂവ്, പിന്നെ ചെമ്പരത്തിയുടെ നുള്ളു സാധനങ്ങൾ. അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് നമ്മുടെ ദിയു പൂക്കളം ഇട്ടിരിക്കുന്നത്. അതെന്തിനാ പറയണ്? എന്തിന് യു കെ ജിയിലെത്തിയിട്ടുള്ളൂ? അല്ലേ എന്താണ് എനിക്ക് ഈ പൂക്കളത്തെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. നല്ല രസമുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെ ഇട്ടിക്കണത്? ആ പൂക്കളെ ഏതൊക്കെ ഇട്ടിക്കണ പറയാം. മസാണ്ട ഫസ്റ്റ് ഏതാ പൂ വെച്ചിക്കണ്? പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം വീഡിയോ എടുത്തിട്ട് ഒന്ന് പോകണം പറഞ്ഞപ്പോൾ അവൻ പറയാണ് ഈ അവിടെ വീഡിയോ എടുത്തിരുന്നോ, ഞാൻ ഇവിടെ പൂ ഇട്ടിട്ടേക്ക്, ഞാൻ എൻ്റെ വീഡിയോ പിന്നെ ഞാൻ പൂ പതുക്കെ ഇടുന്നു. പിന്നെ ദിയുവിൻ്റെ ഡെഡിക്കേഷൻ കാരണം പൂ ഇങ്ങനെ ചുറ്റി വെള്ളം പൂടാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഡെഡിക്കേഷൻ കുട്ടിയാണ് കുട്ടി അല്ലേ. എന്താണ് ഡെഡിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്? ഡെഡിക്കേഷൻ പറഞ്ഞാൽ അറിയില്ല. നീ ഉണ്ടല്ലോ അനക്ക് പൂടണം ഇത്ര ആഗ്രഹം എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഡെഡിക്കേഷൻ ഒന്നുമില്ല. പോരെ നമുക്കിനി ഇവൻ്റെ പൂ